കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഉപ്പുമാവും പഴവുമായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ അപ്പോൾ രാവിലെ ഞാനാണ് ചോറിന് ഉച്ചക്കത്തേക്ക് മീൻകറി ഇരിപ്പുണ്ട്, അയല മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഇച്ചിരി മോര് കാച്ചിയതും കോവയ്ക്ക മെഴുക്കുവരട്ടി വൻപയർ തോരനുണ്ട്. അപ്പോൾ ഇന്ന് മോര് കാച്ചുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോര് കാച്ചുന്ന എളുപ്പമായിട്ടുള്ളൊരു മോര് കാച്ച്, സിമ്പിളായിട്ടുള്ളൊരു മോര് കാച്ചുന്ന വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ പിന്നെയും പറയാം, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മോരുകറി എങ്ങനെയാണ് നമുക്ക് കാണാം. ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ്. അത് ഒത്തിരി അങ്ങ് മൂക്കല്ലേ, ഒത്തിരി അങ്ങ് മൂത്ത് പോയെങ്കിൽ ചെറിയൊരു കളർ വന്നാൽ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇതേ നമ്മുടെ മോരിനകത്ത് ജീരകവും ഉലുവയും കൂടെ പൊടിച്ച് ചേർത്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുക. കളറ് ഇച്ചിരൂടെ മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനപ്പോൾ ശകലം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. ആദ്യം പാത്രം വെച്ചു, എണ്ണ ഒഴിച്ച് ചൂടായപ്പം കടുക് പൊട്ടിച്ചു. അതിൽ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ടു. പിന്നെ തൈര് ഞാൻ നന്നായിട്ട് ഉടച്ചിട്ട് അതിനകത്ത് ഞാൻ ഉലുവയും ജീരകവും കൂടെ പൊടിച്ച് ചേർത്തതായിരുന്നു കേട്ടോ. അത് നേരത്തെ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൂന്നതിനകത്തൊക്കെ ശകലം മഞ്ഞൾപ്പൊടി ഞാൻ എടുക്കുമായിരുന്നു. എടുത്ത് കഴിഞ്ഞിട്ട് തൈര് അതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞ് ഇളക്കി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് ഒരുപാട് കളർ വേണം, ചിലർക്ക് ഒത്തിരി കളറില്ലാത്തതാണ് ഇഷ്ടം. എന്നിട്ട് ഒത്തിരി അങ്ങ് പിരിഞ്ഞു പോകല്, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഇപ്പോഴേ ഉപ്പിട്ട് ഞാൻ കൊടുക്കത്തില്ല, കാരണം ഉപ്പും കൂടെ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് പിരിയും. അപ്പോൾ അതുകൊണ്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മോരുകറിയായിരുന്നു കേട്ടോ, പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു മോരുകറിയായിരുന്നു. അന്നേരം സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു മോരുകറിയായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും